ദൈവങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സബലീകരിക്കുന്നത്? ദൈവങ്ങൾ ആഗ്രഹങ്ങൾ പറയുന്നത് ഇത് തന്നെ, മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസ് മൈൻഡ്. ഏത് സമൂഹത്തിലും ഈശ്വരൻ ഇല്ലെന്ന് പറയാനും അല്ലെങ്കിൽ മതവൈരികളുടെ ഞങ്ങളുടെ ഈശ്വരനാണ് വലുതെന്ന് പറയാനും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ അതല്ലാത്ത സാധാരണക്കാരുണ്ട്. ഇവരെ തൊട്ടുരുമിയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈശ്വരൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ചോദിച്ചാൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയില്ലെങ്കിൽ വേണ്ട. നമ്മളീ പറയുന്ന പോലെയല്ല, ആൾക്കാരുടെ ഇത് നോക്കുമ്പോൾ നമുക്ക് ജാതകത്തെ തള്ളി പറയാം. പക്ഷേ ഞാൻ പറയണം, ഇതിലൊന്നും അന്ധമായിട്ട് വിശ്വസിക്കരുത്. പക്ഷേ ഇല്ലയെന്നും പറയരുത്. ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ ഇല്ലയെന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ കാണും. ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് അനുഭവങ്ങളേ ഉള്ളൂ, തെളിവില്ല. ഈശ്വരനുണ്ടെന്നും കർമ്മം ഉണ്ടെന്നും പറയാനായിട്ട് നമുക്ക് അനുഭവങ്ങളേ ഉള്ളൂ, തെളിവില്ല. ആലുവ മണപ്പുറത്തെ ശിവനുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്തപ്പനുണ്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കരയമ്മയുണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കൊരു വിശ്വാസം വരും. വിശ്വാസമല്ല, അനുഭവങ്ങളിലൂടെ വരും. ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ അതിൽ സംഘത്തിൻ്റെ പിന്തുണയുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ ഇടപെടലില്ലെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അറ്റാച്ച്മെന്റ് കൂടുന്ന മനുഷ്യരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മുടെ ഇതുള്ളതാണ്, കണക്ഷൻ ഉള്ളതാണ്. ഞാൻ കുറേയധികം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേയധികം ഇപ്പോൾ എൻ്റെ യാത്രകൾ തന്നെ അതാണ്, കുറേയധികം ടെസ്റ്റ്. എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പോൾ എനിക്കറിയാവുന്ന എന്നോട് അടുപ്പമുള്ള ആളുകൾ എൻ്റെ പൂർവ്വജന്മത്തിലെ കണക്ഷൻ ആയിരുന്നു എന്ന് എനിക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ കഴിയും? അല്ല, ടെസ്റ്റ് ചെയ്യല്ല. ഇപ്പം ഞാൻ പറയാം, എൻ്റെ അടുത്ത് ഒരു പാർട്ടി കോൺടാക്ട് ചെയ്ത് അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ, ഓക്കെ, ഈ പ്രശ്നങ്ങൾ വന്ന് കോൺടാക്ട് ഒന്ന് കാര്യം പറയാം, ഞാനിപ്പോൾ ഇത് പറയുന്നത് ഇത് അനുഭവമാണ്. ഇതെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുകയില്ല. അത് ഞാൻ തീർത്ത് പറയാം കേട്ടോ. അത് ചില സാധ്യതകളാണ്. ഇവരെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ലേഡീസും ഉണ്ട്, ജെൻസും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ ആദ്യം ഇത് കണ്ട പാസ്റ്റ് ലൈഫ് കണ്ടുപിടിച്ച ഒരു കാര്യം പറഞ്ഞിട്ട്, ഇവർ പ്രത്യേക പ്രകൃതി ഇതുള്ള സ്ഥലത്ത് പോകുമ്പോൾ ഇവർക്ക് വൈബ്രേഷൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. പ്രത്യേക സ്ഥലം. അപ്പോൾ ചോദിച്ചപ്പോൾ ഇവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമുണ്ട്, ഇവരവിടെ പോകാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അവിടെ പോകുമ്പോൾ എന്തെങ്കിലും വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചില സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷത്തിലേക്ക് പോകും. ചില സ്ഥലങ്ങൾ നമുക്ക് വൈബ്രൻ്റ് ആയിരിക്കും. നമുക്കറിയില്ല എന്തുകൊണ്ടാണ് അതെന്ന് അറിയില്ല. ആ സ്ഥലം നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ ഇത് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് ഇതാണെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കോമരം എന്ന് തുള്ളുന്ന ഇതാണ്, പാലക്കാട് ആ ജില്ലയാണ്, നിങ്ങൾ കോമരം തുള്ളുന്ന ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത്, നിങ്ങളിനി കോമരത്തിനെ കാണുമ്പോൾ കരിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഇവരുടെ പാസ്റ്റ് ലൈഫ് ഒരു കണക്ഷനാണത്. അവരത് ചെയ്തു, അവരുടെ കാര്യങ്ങൾ മാറി. ഒരു പക്ഷേ അതായിരിക്കില്ല, അവർ വിശ്വസിച്ചത് കൊണ്ടാകാം. പല ആൾക്കാരിലും ഉണ്ട്, പല ആൾക്കാരിലും പാസ്റ്റ് ലൈഫ് കണക്ഷൻ. അപ്പോൾ ചോദിക്കും, ഒരു ചെറിയ 12 ഇഞ്ചിൻ്റെ സ്കെയിലും കൊണ്ടുവന്ന് ശാസ്ത്രീയ തെളിവ് എന്ത് ചെയ്യുന്ന? ഒരു തെളിവുമില്ല. വെറുതെ ഇരുന്ന് എല്ലാ ആരോഗ്യവനുണ്ടാകാനും പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ വരുന്നതിൻ്റെ എന്താണെന്ന് പറയാനാണ്, ഓരോ അനുഭവങ്ങൾ വരുന്നത്. ഒരു തെളിവും വിശ്വസിച്ചിട്ട് നേരെ നല്ല നടപ്പ് നടന്നാൽ എല്ലാവർക്കും കൊള്ളാം. വേറെന്ന് പറയാം, ഇപ്പോൾ ഏറ്റവും വലുതാണ് സിറ്റുവേഷൻഷിപ്പ് ആൻഡ് എന്താണ് സിറ്റുവേഷൻഷിപ്പ് ആൻഡ് ലിവിങ് ടുഗദർ. കലികാലത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യം. ഇതൊക്കെ നടക്കുന്ന വേദവ്യാസ മഹർഷി എഴുതി വെച്ചിട്ടുമുണ്ട്, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതല്ലേ പറഞ്ഞു, ഇത് കലികാല ഇതാണ് കാണിക്കുന്നത്. പിള്ളേരിത് ചെയ്യും, അന്യമതസ്ഥരെ വിവാഹം ചെയ്യും, അത് ചെയ്യും, വിവാഹം ചെയ്യാണ്ട് വിവാഹിതരാകാത്ത ഒരു ഗർഭിണികളാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ പുരാണങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നടക്കേണ്ടതാണല്ലോ, അതുകൊണ്ടാണല്ലോ എഴുതി വെച്ചിരിക്കണം. നടക്കാൻ പാടില്ലാത്ത എഴുതുവോ? ഇത് ദൈവ വചനമാണ് എന്ന് പറഞ്ഞാൽ ദൈവ അരുൾപ്പാടാണ്, യൂണിവേഴ്സിൻ്റെ അരുൾപ്പാടാണ്. ഇങ്ങനെയൊക്കെ നടക്കേണ്ടതാണ്. കാര്യം പറയുന്നുണ്ട്, ഈ കലികാലമാണ് അവസാനത്തതെന്ന് പറയുന്നത്. ഇന്നത്തെ റിലേഷൻഷിപ്പുകളല്ലേ മറ്റൊരു രീതിയിലേക്ക് മാറുമെന്ന് നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. വാത്സ്യായനൻ്റെ കാമസൂത്രത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുകയാണ്? അതും മഹർഷിയായിരുന്നു. എന്താ എഴുതി വെച്ചിരിക്കുകയാണ്? ഇതൊക്കെ നടക്കേണ്ടതാണ്. കാലം മാറിയപ്പോൾ ഇതൊക്കെ നടക്കേണ്ടതാണ്. പക്ഷേ നടക്കുന്നത് നോക്കി നടക്കണം. കാര്യം ഇതിനെല്ലാം കാർമിക് എഫക്റ്റ് ഉണ്ടാകണമെന്ന്. പക്ഷേ കൊച്ചുകുട്ടികൾ ഇങ്ങനെയൊക്കെ വരുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. പക്ഷേ പലരിലും ഞാൻ പറയട്ടെ രാഹുൽജി, ആൺകുട്ടികളും പെൺകുട്ടികളെയും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അവരുടെ ഹോറോസ്കോപ്പ് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ട്. പലരും പാസ്റ്റ് ലൈഫിൻ്റെ റിലേഷൻ വെച്ചാൽ നോക്കണത്, സെക്ഷൽ ഇത് നടന്നിട്ടുണ്ട്,
തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ, അല്ലെങ്കിൽ തിരിച്ചറിവുണ്ട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് നമ്മൾ എന്തൊക്കെയോ സംഭവം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കുന്നു. മനസ്സിലായി? എന്തൊക്കെ സംഭവം ഉണ്ടാക്കുന്നു നമ്മുടെ ശരീരത്തിൽ വരുന്നു, എന്തൊക്കെ നമ്മുടെ ജനനേന്ദ്രിയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടൊരു ഫീലിംഗ് ഒക്കെ വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇത് ബാക്കിയുള്ളവർ ചൂഷണത്തിന് ഉപയോഗിക്കും. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സംഭവിച്ചിട്ടുണ്ട്. ഇത് നോക്കുമ്പോൾ പാസ്റ്റ് ലൈഫ് കർമാസാണ്. ഒരു പക്ഷേ ഇവർ ചെയ്ത് കാണാം. മനസ്സിലായി? ഈ പണ്ടുണ്ടായിരുന്നു, ഈ ചില സവർണ മേധാവിത്വമുള്ള ആൾക്കാർക്ക് ഏത് പെരയിലും കയറിപ്പോകാം, പാതിരാത്രി ചൂട്ടും കൊണ്ട് കയറിപ്പോകാം എന്നുള്ളൊരു നാട്ടു നടപ്പ് കേരളത്തിലൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായി? നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ചില സമുദായത്തിൻ്റെ പേര് പറയുന്നത്, സമുദായത്തിൻ്റെ പേരില്ലെങ്കിലും പല ആൾക്കാരും പല പ്രമാണിമാരും കാണിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇവർ അടുത്ത ജന്മം എടുത്തിട്ട് ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഇതാണ്. സ്ത്രീകളായിട്ട് ജന്മം എടുത്തിട്ട് 2ഉം 3ഉം കല്യാണം കഴിക്കുക. മനസ്സിലായി? എന്ത് വന്നാലും സാറ്റിസ്ഫാക്ഷൻ വരാണ്ടിരിക്കുക. ഇന്നലെ ഒരു വ്യക്തി സംസാരിച്ചത്, മനസ്സിലായി? അവരുടെ ഇത് കാണിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ഇവർ ഫിസിക്കൽ റിലേഷനിൽ ഇന്ന പോസല്ലേ എടുക്കണമെന്ന് ഞാൻ ചോദിച്ചു. പുള്ളി ആ രീതിയിലുള്ള ട്രോമയിലാണ് പോകണം. കാര്യം പുള്ളിനെ എനിക്ക് കൺവിൻസ് ചെയ്യണമായിരുന്നു. ലാസ്റ്റ് അത് പറഞ്ഞു, ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്, ഇന്നലെ വിളിച്ചതാണ്. ഞാൻ ചോദിച്ചു, ഇദ്ദേഹം ആ ട്രോമയിലാണ് എന്നോട് സംസാരിക്കണം, എന്തോ എനിക്ക് ഇതിൽ ഒരു ഇത് ചെയ്യാൻ പറ്റും, ഇദ്ദേഹത്തിന് അവരെ മറക്കാൻ പറ്റുന്നില്ല, ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. വിദേശത്തുള്ള ആളാണ്. ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ഈ പൊസിഷനിലാണോ ഇവർ നിങ്ങൾ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ നടക്കണമെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവരുടെ പാസ്റ്റ് ലൈഫാണ്, അവരൊന്നിലും സാറ്റിസ്ഫൈ ആകുകയില്ല. കഴിഞ്ഞ ഇതിൽ ഈ ചൂട്ടും കൊണ്ട് പല വീടുകൾ കറങ്ങി നടന്ന പോലെ ഇവർ ഇപ്പോഴും ചെയ്യുകയാണ്. അതുകൊണ്ട് അവരെ കുറിച്ച് വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ച് സമയം കളയല്ലേ എന്ന് പറഞ്ഞു. ഈ ജന്മത്തിൽ സ്ത്രീയായിപ്പോയി. ഇതിനൊരു തിരിച്ചടിയുണ്ട്. ഇതിങ്ങനെ പോയി ഒരാളുടെ ഇതിൽ ഒതുങ്ങാണ്ട് ഒരു പുരുഷന്മാരെയും വിശ്വസിക്കാണ്ട്. പണ്ടും അത് തന്നെയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഏത് സ്ത്രീകളെയും ഉപയോഗിക്കാമെന്നുള്ള രീതിയിൽ പോലും ഇപ്പോൾ സ്ത്രീയായിട്ട് പുരുഷന്മാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തൻ്റെ സൗന്ദര്യവും തൻ്റെ പ്രായവും ഒക്കെ അതിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ, 40 വയസ്സ് കഴിയുമ്പോൾ ഇത് കാലത്തിൻ്റെ ഒരു തിരിച്ചടിയുണ്ട്. ആ തിരിച്ചടി വരുമ്പോൾ അത് ഭയാനകമായിരിക്കും, അത് കാർമികമായിരിക്കും. റിയൽ ഫാക്റ്റാണത് പറയുന്നത്. ഇതുണ്ട് രാഹുൽജി, നമ്മൾ പറയുന്ന പോലെയല്ല. ആൾക്കാരുടെ ഇത് നോക്കുമ്പോൾ നമുക്ക് ജാതകത്തെ തള്ളി പറയാം. പക്ഷേ ഞാൻ പറയണം, ഇതിലൊന്നും അന്ധമായിട്ട് വിശ്വസിക്കരുത്. പക്ഷേ ഇല്ലയെന്നും പറയരുത്. ഇല്ലയെന്ന് പറയുകയാണെങ്കിൽ ഇല്ലയെന്നുള്ള എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിൽ വേണം. ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് അനുഭവങ്ങളേ ഉള്ളൂ, തെളിവില്ല. ഈശ്വരനുണ്ടെന്നും കർമ്മം ഉണ്ടെന്നും പറയാനായിട്ട് നമുക്ക് അനുഭവങ്ങളേ ഉള്ളൂ, തെളിവില്ല. ഇപ്പോൾ രാഹുലിൻ്റെ അനുഭവത്തിൽ രാഹുൽ ഈശ്വരനെ വിളിച്ച് എന്തെങ്കിലും പ്രാർത്ഥിച്ചത്, ഈശ്വരൻ എന്നിൽ കൃപ തൊഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈശ്വരൻ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ല എന്ന് 100% സത്യസന്ധയോടെ പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ പറ്റുകയില്ല. എന്നാൽ ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ രോഹിത് സാറിനോട് ചോദിച്ചാൽ പറയും, എനിക്ക് കൊട്ടാരക്കര ഗണപതിയാണ് ഇല്ല എന്ന് പറയും. അദ്ദേഹം പറയാറുണ്ട്, എനിക്ക് ഇപ്പോൾ മറ്റേ സ്പിരിച്വൽ കോൺക്ലേവിൽ അല്ല, എൻ്റെ കൊട്ടാരക്കര ഗണപതിയാണ് എൻ്റെ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്, അദ്ദേഹത്തിന് ഇതാണ് എല്ലാവരുടെയും. അത് നമ്മൾ തുറന്ന് സമ്മതിക്കുക. ഈ തുറന്ന് സമ്മതിക്കുമ്പോൾ നമ്മുടെ അടുത്ത തലമുറയെങ്കിലും ഉണ്ടല്ലോ, നമ്മളെ ശ്രദ്ധിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ട്, അവർക്കൊരു കോൺഫിഡൻസ് വരും. ഇപ്പോൾ ഒരു കൊട്ടാരക്കര ഗണപതിയുണ്ട്, അല്ലെങ്കിൽ ആലുവ മണപ്പുറത്തെ ശിവനുണ്ട്, അല്ലെങ്കിൽ എറണാകുളത്തപ്പനുണ്ട്, അല്ലെങ്കിൽ ചോറ്റാനിക്കര അമ്മയുണ്ട്, അല്ലെങ്കിൽ ഗുരുവായൂരപ്പനുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്കൊരു വിശ്വാസം വരും. വിശ്വാസമല്ല, അനുഭവങ്ങളിലൂടെ വരുമ്പോൾ. ഇവിടെ തന്നെ നേരത്തെ ഇൻ്റർവ്യൂ ചെയ്ത് ഗായത്രി ഗുരുവായൂരപ്പൻ്റെ തീവ്രമായിട്ട് ഇത് വന്നിട്ട് ലാസ്റ്റ് ആത്മഹത്യ ചെയ്യാൻ പോയ കാര്യം പറഞ്ഞ് ഒരു വീഡിയോ കണ്ടിരുന്നു. ഇതൊക്കെ അനുഭവങ്ങളാണ്, അനുഭവങ്ങളിലൂടെ ഇത് ചെയ്യുക. അങ്ങനെ ഒരാളുടെ അനുഭവം വന്നു എന്ന് പറഞ്ഞ് വേറെ ആൾക്കും അത് തന്നെ വരണമെന്നില്ല. പക്ഷേ കർമ്മസിദ്ധാന്തം എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്. വെറുതെ അല്ല. ഇവിടെ മഹാമഹം നടന്നപ്പോഴും കുംഭമേള നടന്നപ്പോഴും ഇവിടെ വിദേശികൾ കൂടുതൽ വന്നില്ല, എങ്കിലും വന്നു, കുറച്ച് വിദേശികൾ ഇവിടെ വന്നു. ഈ കുംഭമേളകളിൽ വളരെയധികം വിദേശികൾ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഈ കർമ്മസിദ്ധാന്തത്തെക്കുറിച്ച് വളരെയധികം മനസ്സിലാക്കുന്ന വിദേശികളാണ്. എന്തുകൊണ്ട് തങ്ങളുടെ ലൈഫിൽ നടക്കുന്നു എന്നുള്ളത്. ഈ ഇടയ്ക്ക് ഇസ്രായേലിൽ നിന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞത്, ഞാൻ ഉള്ളി സവാളയൊന്നും കഴിക്കാറില്ല, അത് സാത്വികമായൊരു ജീവിത രീതി, ഇസ്കോൺ എന്നൊക്കെ അവരൊക്കെ പിന്തുടരുന്നത് തന്നെ ഞങ്ങളുടെ കുലാചാരം ഞാൻ പിന്തുടരുക, എല്ലാവരും പിന്തുടരുക. എൻ്റെ മക്കൾ കഴിക്കാറുണ്ട്, ഉള്ളി സവാളയൊക്കെ കഴിക്കും, എൻ്റെ ഭാര്യയും കഴിക്കും, ഇഷ്ടമുള്ളതാണ്, മനസ്സിലായി. പക്ഷേ ഞാൻ എൻ്റെ അമ്മൂമ്മയൊക്കെ ഇത് ചെയ്ത് ഞാനത് പിന്തുടരുന്നു. അപ്പോൾ പറയുന്നുണ്ട്, അവിടെ ഇസ്രായേലിൽ ജൂതർ തന്നെ ഇത് കഴിക്കാണ്ടിരിക്കുന്നുണ്ട്, ഉള്ളി സവാള പോലും കഴിക്കാണ്ട് പ്യുവർ വെജിറ്റേറിയനായി സാത്വിക് ഫുഡ് കഴിക്കുന്നവരുണ്ട്. അവർ ഋഷികേശി വന്ന് ദീക്ഷ എടുത്തതാണ്.
മനസ്സിലായി. ഇവർ ഇവിടെ വന്നിട്ട് ഇത് ചെയ്തിട്ട് ഇപ്പോൾ യോഗാനന്ദ പരമഹംസ അദ്ദേഹത്തിനെ അയച്ചത് അമേരിക്കയിലാണ്. എന്തുകൊണ്ട് അമേരിക്കയിൽ അയച്ചു? ഇന്ത്യയിൽ നിന്ന് പോയി അവിടെ അവിടെ ജന്മം എടുത്ത കുറേ പാസ്റ്റ് ലൈഫ് ഇതുള്ളവർ അവിടെയുണ്ട്. അവരെ ബോധവൽക്കരിക്കാനായിട്ട് ദീക്ഷ കൊടുക്കാനായിട്ട് യുക്തേശ്വർ ഗിരി ഗുരു അദ്ദേഹത്തെ അവിടെ അയച്ചു. പലയിടത്തും ഇത് അയച്ചു. നമ്മൾ പല കാര്യങ്ങളും ഉണ്ട്, പല കാര്യങ്ങളും പാസ്റ്റ് ലൈഫുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. ഈ വിദേശത്തുള്ള ആളുകൾ കൂടുതലും ഇത്തരത്തിലുള്ള ഇത് വരുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ച് ഇത് ചെയ്യുന്ന ശിവപ്രഭാകര സിദ്ധയോഗി എന്ന് കേട്ടിട്ടുണ്ടോ? ശിവപ്രഭാകര സിദ്ധയോഗി ഓമല്ലൂരാണ് അദ്ദേഹത്തിന്റെ സമാധി. 1900. എന്തുകൊണ്ട് റഷ്യക്കാർ അവിടെ വരുന്നു? ഇദ്ദേഹം അവിടെ ജന്മം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്തൊരു വീട്ടിൽ പോയി. ശിവൻകുട്ടിച്ചേട്ടൻ ഡെപ്യൂട്ടി കളക്ടറായിട്ട് റിട്ടയർ ആയ ആളാണ്. കോട്ടയം ജില്ലയിലാണ്. അവരുടെ ആ സ്ഥലം എനിക്ക് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ രാജലക്ഷ്മി ചേച്ചി, അവരുടെ വീട്ടിൽ ഞാൻ അവിടെ എന്തുകൊണ്ട് എനിക്ക് അവിടെ പോകണമെന്ന് തോന്നിയെന്നറിയില്ല. ഞാൻ കോട്ടയത്ത് പോയതാണ്, വള്ളിയങ്കാവ് ദേവീക്ഷേത്രത്തിൽ പോകാനായിട്ട് കോട്ടയത്ത് പോയതാണ്. ആ ബാക്കി വന്നതിന് ശേഷം പരിചയപ്പെട്ട ഒരു ഫാമിലി, രാജൻ ചേട്ടൻ്റെ ഫാമിലി, പാമ്പിയാടയിൽ. അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞാൽ ഈ ശിവൻകുട്ടിച്ചേട്ടൻ പ്രായമുള്ളവരെ വിളിക്കാറുണ്ട്, പോകാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് ഞാൻ പോയിട്ട് പൂജാമുറിയാണ് നോക്കണം. പൂജാമുറി നോക്കുമ്പോൾ അതിന് മുമ്പിൽ ശിവപ്രഭാകര സിദ്ധയോഗി ചിരിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ എത്തിച്ചത് ഇവിടെയാണ്. അപ്പം ഞാനിത് ചോദിച്ചപ്പോൾ ഈ ഫോട്ടോ എങ്ങനെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞപ്പോഴാണ് ഇവർ പറയുന്നത് 1996 ഇവരുടെ വീട്ടിൽ ഈ ശിവപ്രഭാകര സിദ്ധയോഗി വന്നു. ഇവർക്ക് അന്ന് ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ല, ശിവപ്രഭാകര സിദ്ധയോഗിയെക്കുറിച്ചൊന്നും അറിയില്ല. അവരുടെ മക്കൾ അന്ന് സ്കൂളിൽ പഠിക്കുന്നു, ഒന്നും അറിയില്ല. ഒരു മനുഷ്യൻ വന്ന് പെട്ടെന്ന് വീട്ടിൽ കയറി ഇരുന്ന് ഗേറ്റ് തുറന്ന് വീട്ടിൽ കയറി വന്നിരുന്ന് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞ് കുറച്ച് വെള്ളം കുടിച്ചിട്ട് മൊത്തിയിട്ട് ബാക്കി കൊടുത്തിട്ട് ആ ചേച്ചിയോട് കുടിക്കാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇവൻ ഇതിലൊന്നും വിശ്വാസമില്ല എന്ന് പറയുന്നു. കുട്ടികളോട് ഇത് പറയുന്നു. കുറേ പ്രെഡിക്റ്റ് ചെയ്യുന്നു അദ്ദേഹം, മനസ്സിലായി. പ്രെഡിക്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇദ്ദേഹം പറഞ്ഞ് ഞാൻ പോകുന്നു. അപ്പോൾ ഈ ലേഡി എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാജലക്ഷ്മി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചി ഈ വെള്ളം കുടിക്കാണ്ട് അടുക്കള കൊണ്ട് അടച്ചു വെച്ചു. പക്ഷേ ഇദ്ദേഹം പറയുന്നത് വെച്ച് പേടിയാണ്. ആരാണ് ഈ വന്നേ എന്താണെന്ന് 96 ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഉടനെ പോലീസിനെ വിളിക്കും. ഇതായിട്ട് വെള്ളം അടച്ചു വെച്ചു. പക്ഷേ ലാസ്റ്റ് ഇദ്ദേഹം പോണത് ഗേറ്റിൻ്റെ അടുത്ത് വരെയും പോയി. ഇദ്ദേഹം പോണത് പുറകെ ഗേറ്റിൻ്റെ അടുത്ത് വരെയും പോയിട്ട് നീ ആ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു. നീ അവിടെ അടച്ചു വെച്ചിരിക്കണം, വെള്ളം കുടിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞിട്ട് ലാസ്റ്റ് അപ്പോൾ ഇവരിങ്ങനെ നീ പൊക്കമെന്ന് പറഞ്ഞിട്ട് ഇവർ തിരിഞ്ഞു നോക്കി, അദ്ദേഹം അവിടെയുണ്ട്. പിന്നെ ഇവർ തിരിഞ്ഞ് നീ അകത്ത് കയറി പൊടിയെന്നൊരു വഴക്ക് പറഞ്ഞു എന്ന് അദ്ദേഹം വഴക്ക് പറയുകയും ഇവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ റോഡിൻ്റെ നടുക്ക് നിന്നാണ് കാണാനില്ല. ഇദ്ദേഹം 1986 സമാധിയായി. എങ്ങനെ 1996 ഈ ഫിസിക്കൽ ബോഡി അവിടെ ചെല്ലുന്നത് അത് അവരറിയുന്നത് പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു പേപ്പറിൽ വന്ന സപ്ലിമെൻറ്റിലാണ് അവരറിയണത് ഈ മനുഷ്യനാണ് അവിടെ വന്നതെന്ന്. എങ്ങനെ വന്നു? ഈ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവമാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച, ബുധനാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവമാണിത്. എങ്ങനെ വന്നു? ഇത് നമ്മളറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അത്ഭുതമാണ്. ഇപ്പോൾ നിസ്സാരം പറയാം, ഭാസ്കരൻ നായർ അജയൻ എന്ന് പറഞ്ഞിട്ട് റിട്ടയർഡ് പട്ടാളക്കാരൻ ഫേസ്ബുക്കിൽ ഇടാറുണ്ട്. ഭാസ്കരൻ നായർ അജയൻ. എന്തുകൊണ്ട് ഞാൻ ഈ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ കുറേ സെർച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു മാസത്തിനുള്ളിലുള്ള പറയുന്നുണ്ട്, പെൻറ്റഗൺ ഒരു റിപ്പോർട്ട് കൊടുത്തു അമേരിക്കയിൽ. കാര്യം പല കാര്യങ്ങളും പല സംഭവങ്ങൾ നടക്കുന്നത് ആ ചെയ്യുന്ന വ്യക്തികളുടെ പൂർവ്വജന്മവുമായിട്ട് ബന്ധമുള്ളതായിട്ടുള്ള ഒരു പഠനം കൊടുത്തു. പക്ഷേ അത് പെൻറ്റഗൺ അത് ഒഫീഷ്യലി പൂഴ്ത്തി വെച്ചിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്, ചില മതങ്ങൾക്ക് ഒരു തിരിച്ചടിയായിരിക്കും. ഈ ജന്മം കൊണ്ടെല്ലാം തീർന്നുവെന്നും പിന്നെ അവസാനിക്കുമ്പോഴാണ് എല്ലാം എന്നുള്ള വിശ്വാസത്തിൽ തിരിച്ചടിയായിരിക്കും. കാര്യം കർമ്മസിദ്ധാന്തം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കാര്യം ചെയ്യാനും ഓരോരുത്തരും പേടിക്കും. അത് തെളിയിക്കേണ്ട സമയം വന്നു കഴിഞ്ഞാൽ അത് തെളിയും. വലിയ താമസമൊന്നുമില്ല. മനുഷ്യൻ ആ രീതിയിലാണ് പോകുന്നത്. നാളെ എന്ത് നടക്കും എന്നുള്ളത് ഇപ്പോൾ ലേഡി വാങ്കെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ചില ജ്യോതിഷന്മാരൊക്കെ പറയുന്നുണ്ട്, ട്രംപ് ഇന്നത് ചെയ്യും അല്ലെങ്കിൽ ഇന്നത് ചെയ്യും, ലോകശേരി ഇങ്ങനെയാകും, ഇന്ത്യ റഷ്യ. നിസ്സാരം നമ്മുടെ LMRKയുടെ രജിസ്ട്രാർ ഇവിടെ വന്ന് ഇൻ്റർവ്യൂ തന്നിട്ടുണ്ട്. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ റഷ്യ ചൈന, ഞാൻ അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഇന്ത്യ റഷ്യ ചൈന ചേരി വരും. അന്ന് പലരും പരിഹസിച്ചു. എങ്ങനെ വന്നു? അമേരിക്ക ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്കെതിരെ അദ്ദേഹം പറഞ്ഞ 1 വർഷം മുമ്പ് പറഞ്ഞതാണ്. എങ്ങനെ സംഭവിച്ചു? അദ്ദേഹത്തിന് മുരുകൻ അറിയിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ജ്യോതിഷനൊന്നുമില്ല, സാധാരണ മനുഷ്യനാണ്. അദ്ദേഹത്തിന് അന്താരാഷ്ട്ര പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും അറിയില്ല. സാധാരണ ഒരു മനുഷ്യൻ, ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. എങ്ങനെ പറയുന്നു? കുറേയധികം ദൈവം എന്ന് പറയുന്ന ശക്തി, ഈശ്വരനുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ ചോദിച്ചാൽ വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിക്കുകയില്ലെങ്കിൽ വേണ്ട. അനുഭവങ്ങളുണ്ടോ? ഉണ്ട്.
അനുഭവിപ്പിക്കാം. ഇത് ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വൈക്കത്തഷ്ടമിയുണ്ട്. വൈക്കത്തഷ്ടമി ഡിസംബർ മാസത്തിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെ പോവും. അവധി ദിവസങ്ങളിൽ പോകുമ്പോൾ അവിടെ മതപ്രഭാഷണം നടക്കും. അപ്പോൾ ഒരു സാറ് ആ സമയത്ത് പറയുകയാണ്, ഈശ്വരൻ ഉണ്ട്, ഇല്ല എന്നുള്ളവരെ ഇത് കഴിയുമ്പോൾ പുറകിൽ വരിക, ഞാൻ അവരെ ഈശ്വരനെ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ 10 വയസ്സ് പോകണമെന്നുണ്ട്. പക്ഷെ പോയി കാണിച്ചിട്ട് ഇങ്ങനെ വല്ലതും കാളിനെ വല്ലതും കാണിച്ചാൽ നമ്മുടെ ഉറക്കം പോയി, പേടിച്ചിട്ട് പോയില്ല. ഞാൻ ഈശ്വരനെ കാണിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നാൽ എന്താണ് ഈശ്വരനെ കാണിക്കണമെന്നൊന്നും അറിയില്ല. മറ്റേ സ്വാമി വിവേകാനന്ദൻ, നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ അടുത്ത് ഈശ്വരൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കാണിക്കാമെന്നും പറഞ്ഞു. അന്നാ കാണിക്കുന്ന പറഞ്ഞപ്പോൾ ആദ്യം സൂര്യനെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല, അത് പറ്റുകയില്ല. അതെന്താ? അല്ല, അത് പറ്റുകയില്ല. അത് ഈശ്വരൻ്റെ ഒരു അംശമായ സൂര്യനെ നോക്കാൻ നിനക്ക് കഴിവില്ലെങ്കിൽ നീ എങ്ങനെ നിനക്ക് ഈശ്വരനെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു തിരിച്ചറിവ് വന്നത്. അങ്ങനെ പല കാര്യങ്ങളും അനുഭവങ്ങളുണ്ട്, അനുഭവിപ്പിച്ചു കൊടുക്കാം. സംശയാലുക്കൾക്കുള്ളതല്ല ചില കാര്യങ്ങൾ, ചിലത് അവർ സംശയാലുക്കളായിട്ട് തന്നെ പോകണം. അല്ല, സംശയങ്ങളല്ലേ നമ്മളെ അവിടേക്ക് എത്തിക്കുന്നത്? സംശയങ്ങളല്ലേ നമ്മളെ അവിടേക്ക്. പക്ഷേ ആ സംശയം ചിലപ്പോഴും സംശയം നല്ലതാണ്. പക്ഷേ സംശയത്തിൻ്റെ പുറത്ത് സംശയം വന്നാൽ എന്താ? പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം പോലെ സംശയം വന്നാൽ എങ്ങനെ? ഒന്നാവുമ്പോൾ ഒന്ന്, എന്നാൽ ഇന്ന കാര്യം വെച്ച് എനിക്ക് വിശ്വാസം വരും എന്ന് പറയുക. സംശയം വരുമ്പോൾ ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തിൽ നമ്മൾ തമ്മിലുള്ളത് ഇത്. പക്ഷേ ഇതിൽ ഞാൻ ആക്ച്വലി സംശയിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ആനന്ദവനം സ്വാമി ഇപ്പോൾ ഇന്നൊരു ലേഖനം വായിച്ച്, അദ്ദേഹം വായിച്ചത് ഇദ്ദേഹം കേരളവർമ്മ കോളേജിലെ എന്തോ ഇതായി, അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമനാമം സരിൻ എന്നായിരുന്നു. തീവ്ര ഇടതുപക്ഷ ആശയമായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സഭക്കാരനാണ്. കാര്യം അതിൻ്റെ ഇതാകുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്നത് വിശ്വസിക്കും. അദ്ദേഹം 2013 മറ്റേ കുംഭമേള റിപ്പോർട്ട് ചെയ്യാൻ പോയെന്നാണ് പറയും. അവിടെ നിന്ന് അദ്ദേഹം ഇങ്ങോട്ട് മാറി. ഇത്രയും പഠിച്ച് ഇത്രയും ക്വാളിഫൈഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്കോളറായിട്ടുള്ളൊരു വ്യക്തി ആനന്ദവനം സ്വാമി ആയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇതുമില്ല, ഒരു തിരിച്ചറിവില്ലാണ്ടായെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അല്ല. അദ്ദേഹത്തിൻ്റെ ഒരു വാക്കിൽ കേരളത്തിൽ ഒരു സംവിധാനവും ഇല്ലാണ്ട് ഒരു മഹാമഹം നടന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പവർ ഒക്കെ പറയാം. അതിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ അതിൽ സംഘത്തിൻ്റെ പിന്തുണയുണ്ടെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയുടെ ഇടപെടലില്ലെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പോയി, ഫാമിലിയായിട്ട് പോയി. ഞാൻ RSSൻ്റെ ശാഖയിൽ പോകുന്ന ഒരാളല്ല. ഞാൻ അവിടെ പോയത്, ഞാൻ പോയി ഒരു ദിവസം അവിടെ പോയി നിൽക്കണമെന്ന് കണ്ടതും മലപ്പുറത്ത് പറയുന്നു, ഞാൻ നിന്ന ഹോം സ്റ്റേ മുസ്ലിമിൻ്റെയാണ്. എനിക്ക് കപ്പലണ്ടി വിശന്നപ്പോൾ കപ്പലണ്ടി തന്നത് ഒരു മുസ്ലിം ഇതിൽ ഉള്ള കുട്ടിയാണ്. വെറുതെ പേര് ചോദിച്ചു, വൈഫ് പേര് ചോദിച്ചപ്പോൾ അവൻ അസൽ പേര് പറഞ്ഞു. സന്തോഷം തോന്നി. കാര്യം എന്താണെന്ന്, അവൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞല്ലോ. നമ്മൾ മലപ്പുറത്തെക്കുറിച്ച് ഇതാണെന്നൊക്കെ നമുക്ക് തെറ്റിദ്ധാരണയുള്ളത്. ഞാൻ തിരുമാന്താംകുന്ന് പോയപ്പോഴും മലപ്പുറത്താണ്, പക്ഷേ ദേവീക്ഷേത്രമാണ്. അപ്പോൾ അവിടെയും ചോദിച്ചു, അവിടെയുള്ള 1-2 പേര് വൃന്ദ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കാണുന്നൊക്കെ അബാക്ക് കാണുന്ന ഒരു കുട്ടിയെ മോളുമൊക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ എങ്ങനെയാണ് നമ്മൾ മലപ്പുറത്തെക്കുറിച്ച് കേൾക്കണേ ഇങ്ങനെയാണ്, ഇവിടെ ഇത്രയും ക്ഷേത്രങ്ങളുണ്ട്, നല്ല അതൊക്കെ നല്ല സഹകരണമാണ്, ഞങ്ങളുടെ ചുറ്റിനും ഇവരുണ്ട്. ഇത് കുറച്ച് ആൾക്കാരുണ്ടല്ല ഏത് സമൂഹത്തിൽ ഈശ്വരൻ ഇല്ലെന്ന് പറയാനും, അല്ലെങ്കിൽ മതവൈരികളുടെ ഞങ്ങളുടെ ഈശ്വരനാണ് വലുതെന്ന് പറയാനും കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ അതല്ലാത്ത സാധാരണക്കാരുണ്ട്. ഇവരെ തൊട്ടുരുമിയാണ് ഈശ്വരൻ ഇരിക്കുന്നത്, ബാക്കിയുള്ളവന് കാണാൻ പറ്റുകയില്ല. അവരുടെ അനുഭവങ്ങളിൽ ഈശ്വരനുണ്ട്, അവരുടെ വിശ്വാസത്തിൽ ഈശ്വരനുണ്ട്, അവർക്ക് വരുന്ന ഫലങ്ങളിൽ ഈശ്വരനുണ്ട്. അതിലവർ ആനന്ദം കണ്ടെത്തുന്നുണ്ട്, അതിലവരുടെ ജീവിതം സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഇല്ലെങ്കിൽ ഈശ്വരനുണ്ട് എവിടെയെന്ന് ചോദിച്ചിട്ട് ടെലസ്കോപ്പോ അല്ലെങ്കിൽ മറ്റേ ഭൂതക്കണ്ണാടിയെ വെച്ചുകൊണ്ട് നമുക്ക് നടക്കാം. ദൈവങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സബലീകരിക്കുന്നത്? ആഗ്രഹങ്ങൾ പറയുന്നത് ഇത് തന്നെ, മാനിഫെസ്റ്റേഷൻ, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ആക്റ്റീവ്. അത് തന്നെയാണ് ചിത്രഗുപ്തൻ. ഇത് പ്രദീപ് കെ നൈനാൻ സാർ പറഞ്ഞതാണ് കേട്ടോ. അത് ഞാനെന്ത് പറഞ്ഞാലും പറയാം, പ്രദീപ് കെ നൈനാൻ സാറാണ് ഇത് പറഞ്ഞതാണ്. ചിത്രഗുപ്തൻ എന്ന് പറയുന്നുണ്ടല്ലോ നമ്മുടെ കണക്കെഴുതുന്നു, അതാണ് സബ് കോൺഷ്യസ് മൈൻഡ്. എന്താണെങ്കിലും ഒരുപാട് നന്ദിയുണ്ട്, സന്തോഷം.